തൊടേണമേ. ആരാധനേ യേശുവേ. ഹല്ലേലൂയ മറനാഥാ. ഹല്ലേലൂയ മറനാഥാ. Come, Lord Jesus. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഇന്ന് സുവിശേഷം നമ്മൾ വായിച്ചു കേട്ട് സാത്താൻ 18 വർഷമായി കെട്ടിയിട്ടിരുന്ന ഒരു സഹോദരി, ആ സഹോദരി സിനഗോഗിൽ വന്ന് യേശു വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ വചനം കേട്ടുകൊണ്ടിരുന്ന ദൈവജനത്തിൻ്റെ ഇടയിൽ ആ സഹോദരി ഇരിക്കുകയാണ്. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകൾ എന്നാണ് യേശു ആ സഹോദരിയെക്കുറിച്ച് പറഞ്ഞത്. യേശു ആ സഹോദരിയെ കണ്ടപ്പോൾ യേശു മറ്റൊന്നും ചിന്തിച്ചില്ല. ആ സഹോദരി ഇങ്ങോട്ടൊന്ന് ചോദിച്ചാൽ സുഖപ്പെടുത്തുമെന്ന് വിചാരിച്ചില്ല. ആ സഹോദരിയെ കണ്ടപാടെ യേശു പ്രബോധനം നിർത്തി. അതിനുശേഷം ആ സഹോദരി വിളിച്ച് ആ സഹോദരിയുടെ 18 വർഷമായ കെട്ടുകൾ അഴിച്ച് ആ സഹോദരി വിടുവിച്ച്. പ്രൈസ് ദ ലോർഡ്. ബൈബിളിൽ ആ സഹോദരിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ. പ്രൈസ് ദ ലോർഡ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, മനുഷ്യൻ്റെ ശരീരത്തിൽ ചില ദുഷ്ടാരൂപികൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. മനുഷ്യൻ്റെ ശരീരത്തിൽ ചില ദുഷ്ടാരൂപികൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. അങ്ങനെ ചില ദുഷ്ടാരൂപികൾ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആ മനുഷ്യന് പലതരത്തിലുള്ള ബാധ്യതകൾ, ഭാരങ്ങൾ അനുഭവപ്പെടും. പലതരത്തിലുള്ള ഭാരങ്ങൾ ആ മനുഷ്യന് അനുഭവപ്പെടും. ചിലപ്പോൾ ചിലർക്ക് അനുഭവപ്പെടുന്നത് എങ്ങനെയാണ്, എന്ത് പ്രശ്നം വന്നാലും ദൈവത്തിന് എതിരെ ചിന്തിക്കാൻ തോന്നും. എന്തുകൊണ്ട് ദൈവം മറഞ്ഞിരിക്കണം? ദൈവം അവിടെ മുകളിലിരുന്ന് ഉറങ്ങുകയാണോ? ഈ ദൈവം ഈ ദുഃഖമൊന്നും കാണുന്നില്ലേ? എന്ത് പ്രശ്നം വന്നാലും ഇങ്ങനെയുള്ള ദുഷ്ടാത്മാവിൻ്റെ ഉപദ്രവമുള്ളൊരു വ്യക്തിക്ക് ആദ്യം ദൈവത്തിൻ്റെ സ്നേഹത്തിനെതിരെയും ദൈവത്തിൻ്റെ ശക്തിക്കെതിരെയും അവിശ്വസിക്കാനുള്ള പ്രേരണ കിട്ടും. ദൈവത്തിൻ്റെ സ്നേഹത്തെയും ദൈവത്തിൻ്റെ ശക്തിയെയും അവിശ്വസിക്കാൻ ദുഷ്ടാത്മാവ് ഒരു വ്യക്തിയെ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ തന്നെ അശുദ്ധാത്മാവിൻ്റെ പാപദുരാത്മാക്കളുടെ ശല്യമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ്, വചനം കേൾക്കുമ്പോൾ ദൈവവചനത്തോട് എതിർപ്പ് തോന്നും. വചനം കേൾക്കുമ്പോൾ കേൾക്കുന്ന വചനങ്ങളെ സ്വീകരിച്ച് രക്ഷപ്പെടാനല്ല തോന്നുക, കേൾക്കുന്ന വചനങ്ങൾ ആ വ്യക്തിയുടെ ഉള്ളിൽ വലിയ നീരസവും വലിയ വെറുപ്പും വലിയ കലിയും അസ്വസ്ഥതയുണ്ടാക്കും. പെട്ടെന്ന് ഇവിടുന്ന് എഴുന്നേറ്റ് പോകണം തോന്നും. അതുപോലുള്ള അസ്വസ്ഥത വചനം കേൾക്കുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ ദുഷ്ടാത്മാവ് വരുത്തിക്കൂട്ടും. ആ വ്യക്തിക്ക് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ശരീരത്തിലെ രോഗങ്ങളെല്ലാം കണ്ടമാനം കൂടുന്നത് പോലെ തോന്നും. കണ്ടമാനം ഉറക്കം വരും. പെട്ടെന്ന് പുറത്തേക്ക് പോയി എന്തെങ്കിലും വെള്ളം കുടിക്കണം തോന്നും. പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്തേക്ക് പോകാമെന്ന് തോന്നും. എഴുന്നേറ്റ് പോയേക്കാമെന്ന് ചിന്തിക്കും. വീട്ടിലേക്ക് പോകാമെന്ന് തോന്നും. ഇങ്ങനെയുള്ള പല പീഡകൾ ദുഷ്ടാത്മാവിൻ്റെ സ്വാധീനമുള്ള ശരീരത്തിൽ ആ വ്യക്തി അനുഭവിച്ചു കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 4-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, പാപത്തിന് അടിമയായ ശരീരത്തിൽ ദൈവത്തിൻ്റെ ജ്ഞാനം പ്രവേശിക്കുന്നില്ല. എങ്ങനെയാണ് ഈ അശുദ്ധാത്മാവ്, ദുഷ്ടാത്മാവ്, പാപദുരാത്മാവ് ഒരു ദൈവ പൈതലിൻ്റെ മേൽ പ്രവേശിക്കുന്നത്? ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തുന്നു, തങ്ങളുടെ ദൈവത്തിൻ്റെ അരികിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർബോധം അവരിൽ കുടികൊള്ളുന്നു. വ്യഭിചാരം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ വ്യഭിചാര ദുർബോധം കുടികൊള്ളുന്നു. മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ മദ്യപിശാച് കുടികൊള്ളുന്നു. നുണ പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിൽ നുണയുടെ ദുരാത്മാവ് കുടികൊള്ളുന്നു. വഴക്ക് സ്വഭാവക്കാരനായ വഴക്കാളിയായ ഒരു വ്യക്തിയാണെങ്കിൽ, എല്ലാ കാര്യത്തിലും ശണ്ട കൂടുന്ന ശുണ്ടിക്കാരനും വഴക്കാളിയുമായ വ്യക്തിയാണെങ്കിൽ കലഹത്തിൻ്റെ ആത്മാവ് ആ വ്യക്തിയിൽ കുടികൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരീശ്വര ചിന്തയും ദൈവനിഷേധമുള്ള വ്യക്തിയാണെങ്കിൽ ദൈവനിഷേധത്തിൻ്റെയും നിരീശ്വര ചിന്തയുടെയും ദുഷ്ടാത്മാവ് ആ വ്യക്തിയെ ബന്ധിച്ചിട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, വർഷങ്ങളായി എന്തൊക്കെ ദുരാത്മാക്കളെയാണ് ചുമന്നുകൊണ്ട് നടന്നത്.
അങ്ങനെ ദുരാത്മാക്കളെ പേറുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സ്വഭാവം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് കൂദാശകളോട് താല്പര്യം ഉണ്ടായിരിക്കുകയില്ല, കുമ്പസാരിക്കാൻ തോന്നുകയില്ല, ദേവാലയത്തിലേക്ക് പോകുമ്പോൾ വലിയ ആവേശമോ മതിപ്പോ ഉണ്ടായിരിക്കുകയില്ല. ഇനി ദേവാലയത്തിൽ ചെന്നാലും ഏതെങ്കിലും മൂലയിൽ പറ്റിക്കൂടി നിന്ന് അതും ഇതും ചെയ്ത് അതും ഇതും ശ്രദ്ധിച്ച് അശ്രദ്ധമായി അലക്ഷ്യമായി ബലി ഒരു വിധത്തിൽ അർപ്പിച്ച് കൂട്ടിയിട്ട് വേഗം പള്ളിയിൽ നിന്ന് പുറത്തു കിടന്ന് മറ്റു കാര്യങ്ങളിൽ അവൻ ആവേശത്തോടെ മുഴുകും. അവൻ വചനം കേൾക്കാൻ വന്നാലും എവിടെയെങ്കിലും കൂനിക്കൂടി നിന്ന് അതും ഇതും നോക്കിയിട്ട് അവൻ വീട്ടിലേക്ക് പോകും. അങ്ങനെ പല തരത്തിലുള്ള ദുർപീഡകൾ ഒരു വ്യക്തിക്ക് ഈ ആത്മാവിൻ്റെ സാന്നിധ്യം വഴി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ. കുർബാനയ്ക്ക് പോയിരുന്ന ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റില്ല, ഒരു അനുഭവം ഇല്ലാതെ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കും. മാത്രമല്ല ചിലപ്പോൾ ഈ ദുരാത്മാവിൻ്റെ പീഡ കലശലാണെങ്കിൽ കുർബാനയുടെ സമയം മുഴുവനും അശ്ലീല ചിന്തകളും വെറുപ്പിൻ്റെ ചിന്തകളും ലോകമോഹങ്ങളും ഇങ്ങനെ വന്ന് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി മറ്റു ചിലർക്ക് ഈ ദുരാത്മപീഡയുണ്ടായാൽ യേശുവേ എന്നൊന്ന് വിളിക്കാൻ പോലും പറ്റാത്ത വിധം ആ വ്യക്തിയെ ആ സാത്താൻ ബന്ധിച്ചിട്ടിരിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ അനുഭവം എങ്ങനെയാണ് വ്യക്തികൾ രേഖപ്പെടുത്തുന്നത്? യേശുവേ എന്നൊന്ന് വിളിക്കുമ്പോൾ ഓക്കാനം വരും, ഛർദ്ദിക്കാൻ വരും. ചിലപ്പോൾ ബലിയർപ്പിക്കുന്ന സമയത്താണെങ്കിലും പ്രാർത്ഥിക്കുന്ന സമയത്താണെങ്കിലും ചിലപ്പോൾ യേശുവേ എന്ന് വിളിക്കുമ്പോൾ, മാതാവേ എന്ന് വിളിക്കുമ്പോൾ, പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കുമ്പോൾ, ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തെറി വാക്കുകൾ വായിന്ന് പുറത്തേക്ക് വരും. ആ വ്യക്തിനെ അത്ഭുതപ്പെടുകയാണ്, ഞാൻ എങ്ങനെ ദൈവത്തെ വിളിക്കുമ്പോൾ തെറി പറയണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ പാപത്തിൻ്റെ ദുരാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ, ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിന് അത് കഠിനമായ ഒരു ബന്ധനമായി മാറും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല ആ വ്യക്തി എത്ര ശ്രദ്ധിച്ചിരുന്ന് വചനം കേട്ടാലും ആ വ്യക്തിക്ക് വചനം മനസ്സിലാവുകയില്ല. അതെവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കൊറിന്തോസ്യർക്കെഴുതിയ 2-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ സുവിശേഷം ആർക്കെങ്കിലും നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. എന്തെന്നാൽ ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ കണ്ണുകളെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവർ വചനം കേൾക്കും, ഒന്നും മനസ്സിലാക്കില്ല. അവർ പ്രാർത്ഥിക്കാൻ വരും, വെറുതെ കൂനിക്കൂടി എവിടെയെങ്കിലും ഇരിക്കും. എല്ലാവരും സ്തുതിക്കുമ്പോൾ അവർ കൈകെട്ടി നിൽക്കും. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കും. എല്ലാവരും കരയുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കും. എല്ലാവരും മുട്ടുകുത്തുമ്പോൾ അവർ പറയും എന്നെ കൊണ്ടൊന്നും മുട്ടുകുത്താൻ പറ്റില്ല. എതിർപ്പിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. എതിർപ്പിൻ്റെ ആത്മാവ് അവരിൽ പ്രവർത്തിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയത്തിൽ ഏത് ആത്മാവാണ് ഇരിക്കുന്നത് അതനുസരിച്ചിരിക്കും ദൈവിക മേഖലകളിൽ വരുമ്പോൾ നമ്മുടെ അനുഭവം. ഒരു ദിവസം അച്ഛനിത് ആദ്യകാലത്ത് മനസ്സിലായിരുന്നില്ല. എന്നാൽ സീയോൻ ധ്യാന കേന്ദ്രത്തിൽ ഒരു താമസിച്ചുള്ള ധ്യാനം നടക്കുമ്പോൾ ഒരു ദിവസം ധ്യാനത്തിന് 4-ാം ദിവസമായിട്ടും ഒരു അനുഭവമില്ലാതെ ഒരു ചേട്ടൻ ധ്യാനത്തിൻ്റെ മുൻവശത്തിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ചേട്ടനെ കണ്ടപ്പോൾ, ആ ചേട്ടൻ്റെ ഇരിപ്പും ആ ചേട്ടൻ്റെ അലക്ഷ്യമായ ഭാവവും കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ ഈ ചേട്ടന് ഇനി അനുഭവം വരാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ആ ചേട്ടനെ എത്ര പ്രാർത്ഥിച്ചു, എത്ര ശക്തമായ വചനം പ്രഘോഷിച്ചിട്ടും ഒരു അനുഭവം കിട്ടുന്നില്ല. എത്ര കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടോ ചേട്ടനൊരു അനുഭവം കിട്ടുന്നില്ല. അങ്ങനെ ആ ചേട്ടനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ച് ഒരു വഴിയും കണ്ടെത്താതെ ഞാനിങ്ങനെ വിഷമിക്കുമ്പോൾ ഒരു ദിവസം 4-ാം ദിവസം, ധ്യാനത്തിൻ്റെ 4-ാം ദിവസം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് അച്ഛൻ അൾത്താരയിലേക്ക് കയറി വരുന്ന സമയം പെട്ടെന്ന് ആ ചേട്ടൻ കസാരയെന്ന് ഉരുണ്ട് പടച്ച് നിലത്ത് വീണു. ഞാൻ വിചാരിച്ച് ഉറങ്ങി വീണാന്ന് വിചാരിച്ച് ഞാൻ അധികം ശ്രദ്ധിക്കാൻ പോയില്ല. എന്തായാലും ശരി, ആ കുർബാനയുടെ സമയത്ത് ആ ചേട്ടൻ നല്ല തീക്ഷ്ണമായി ദൈവത്തെ ആരാധിക്കുന്നത് കണ്ടു. കൈ കൊട്ടാൻ പറയുമ്പോൾ നന്നായിട്ട് ചാടി ചാടി കൈ കൊട്ടും, കൈ ഉയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ നന്നായി കൈ ഉയർത്തും, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നന്നായി കരഞ്ഞ് പ്രാർത്ഥിക്കും. കുർബാന മുഴുവൻ നന്നായി അർപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിന് ചേട്ടൻ ഞാൻ ചോദിച്ചു, ചേട്ടന് രാവിലത്തെ പോലെ അല്ലല്ലോ ഇപ്പം നല്ല വ്യത്യാസമുണ്ടല്ലോ, എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയണത്, എൻ്റെ അച്ഛൻ ഇന്ന് കുർബാനയ്ക്ക് തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ ആൾത്താരിലേക്ക് കയറിയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഞാൻ മുൻനിരയിലെ കസേര ഇരിക്കുകയായിരുന്നു, ആരോ വന്ന് എനിക്കിട്ടൊരു 3 അടി വെച്ച് തന്നെന്ന് പറഞ്ഞു. ചൂരൽ പോലൊരു സാധനം കൊണ്ട് 3 അടി അങ്ങോട്ട് കിട്ടിയെന്ന് പറഞ്ഞു. ആദ്യം ഒരു അടി കിട്ടി, അയാൾ ഞെട്ടിത്തെറിച്ച് എന്താന്ന് നോക്കി. അപ്പോൾ അത് 2-ാമത്തെ അടിയും വന്നു. 2-ാമത്തെ അടിയും കിട്ടിയപ്പോൾ അയാൾ ആകെപ്പാടെ പകച്ച്. അപ്പോഴത്തെ 3-ാമത്തെ അടിയും വന്ന് വീണെന്ന് പറഞ്ഞു. അതോടുകൂടി അയാൾ കസാരയിൽ ഉരുണ്ട് പടച്ച് നിലത്ത് വീണു.
അപ്പം അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, 3 അടി ലഭിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് കറുത്ത ഒരു സാധനം ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പം എനിക്ക് അച്ഛൻ പറഞ്ഞ കാര്യമൊക്കെ നല്ല ഇഷ്ടം തോന്നാൻ തുടങ്ങി. അതുവരെ അച്ഛനെ കാണുമ്പോൾ ദേഷ്യം തോന്നിയിരിക്കുകയായിരുന്നു പറഞ്ഞു. ഞാൻ ഉച്ചയാകുമ്പോൾ ഇപ്പം ചോറായിട്ടുണ്ടാവും, ചോറിന് നിന്ന് എന്തായിരിക്കും കറി എന്നാൽ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. ഞാൻ കുർബാനയെക്കുറിച്ചല്ല ചിന്തിച്ചോണ്ടിരുന്നത്. ആ ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഇപ്പോൾ എനിക്ക് കുർബാന തീരുമല്ലോ ഇനി കുറച്ചും കൂടെ കുർബാന വേണം, എനിക്ക് എത്ര ആയാലും എത്ര പ്രാർത്ഥിച്ചിട്ടും മതിയാവണില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം അന്ന് ഉച്ചയ്ക്ക് ഊണ് പോലും കഴിക്കാതിരുന്ന് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോഴല്ലേ രസം മനസ്സിലായെന്ന്. അതുവരെ പ്രാർത്ഥനയുടെ രസം എന്താണെന്ന് അയാൾക്ക് അറിയാൻ പാടില്ലായിരുന്നു. അതുവരെ കുർബാനയുടെ രസം എന്താണെന്ന് അയാൾക്ക് അറിയാൻ പാടില്ല. അദ്ദേഹം പറയും, ഇപ്പോഴല്ലേ രസം മനസ്സിലായെന്ന്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാൻ മറ്റൊരു സംഭവം ഓർമ്മിക്കുകയാണ്. ഊട്ടിയിൽ നിന്ന് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ചേട്ടാ എന്താ കറുത്ത സാധനം പോയെന്ന് പറഞ്ഞ് എന്താണെന്ന് ചോദിച്ചു. അത് എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഇങ്ങനത്തെ സാധനം ഉണ്ടെന്ന്. ഈ കറുത്ത സാധനം പോയത് എന്താ, വല്ലതും കണ്ടോന്ന് ചോദിച്ചു. അത് പറഞ്ഞു, ഒരു കറുത്ത രൂപ അങ്ങ് പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടൻ്റെ പഴയ സ്വഭാവം എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, അച്ഛാ ഏതാണ്ട് 28 വർഷമായി തിരുവിതാംകൂറിൽ നിന്ന് ഒളിച്ചോടി പാലക്കാട് ജില്ലയുടെ ഒരു കുഗ്രാമമായ എടത്തനാട്ടുകര എന്ന് പറഞ്ഞ മലമ്പ്രദേശത്ത് വേറൊരു സ്ത്രീയുമായി പോയി താമസിക്കുക. ഭാര്യ മക്കളും വേറെ സ്ഥലത്തുണ്ട്. അവരൊക്കെ വിട്ടിട്ട് ഒരു സ്ത്രീയെയും കൂട്ടി വേറെ സ്ഥലത്ത് ഒളിച്ചോടി പോയി താമസിക്കുക. അദ്ദേഹം ഒരു കല്ലുപണിക്കാരനായിരുന്നു. തീറ്റ, കുടി, വെറിക്കൂത്ത്, ഇതാണ് അയാളുടെ സ്വഭാവം. 28 വർഷമായി പള്ളിയിൽ പോയിട്ട്, 28 വർഷമായി കുമ്പസാരിച്ചിട്ട്, 28 വർഷമായി ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം നിർത്തിവെച്ചിട്ട് പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, കൂദാശകളില്ല. ആ ചേട്ടൻ പറയാണ്, എല്ലാം തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം ആദ്യത്തെ ജീവിതത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിച്ച അന്ന് വൈകുന്നേരം. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന് തിരിച്ചറിവുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ ദുരാത്മാവ് കയറിക്കൂടിയാൽ വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർക്ക് തങ്ങളുടെ ദൈവത്തിലേക്ക് മടങ്ങാൻ, ആ ദുർഭൂതത്തെ ഒഴിപ്പിച്ചാലാണ് അവർക്ക് തിരിച്ചറിവുണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അത് ഇതുപോലെ ഒരു ധ്യാനത്തിൻ്റെ സമയത്താണ്. ഒരു വ്യക്തി ഇങ്ങനെ നല്ല മാന്യനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റുള്ളവരൊക്കെ കൈയടിക്കുമ്പോൾ ഇയാൾ കൈയടിക്കൂല, പാടുകയില്ല, പ്രാർത്ഥിക്കൂല. അയാൾ ഇങ്ങനെ നിൽക്കും, എല്ലാം നിരീക്ഷിച്ച് ഒരു നിരീക്ഷകനെ പോലെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ചിന്തിച്ചു, ദൈവം ഇദ്ദേഹത്തെ ഞാൻ എങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരും. അപ്പോഴാണ് ഒരു ദിവസം പരിശുദ്ധ കുർബാന ആരാധന എഴുന്നേറ്റ് വെച്ചപ്പോൾ വെഞ്ചിരിപ്പ് നടത്തണമെന്ന് പരിശുദ്ധാത്മാവ് അച്ഛനൊരു പ്രേരണ തന്നു. അങ്ങനെ വെഞ്ചിരിപ്പ് ആരംഭിച്ചു. ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് വെഞ്ചിരിച്ച് കടന്നു പോയപ്പോൾ ഈ മനുഷ്യൻ എന്തൊക്കെയോ ഇങ്ങനെ കടന്നൊരു ചെറുതായിട്ട് ഒരു വിറയൽ അനുഭവപ്പെടുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തായാലും വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് ആരാധന നടത്തി. ആരാധനയുടെ സമയത്ത് ഈ ചേട്ടൻ നന്നായി കരഞ്ഞ് കണ്ണുനീർ ഒഴുകി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ചേട്ടന് ഭയങ്കര അനുഭവം. ആ ചേട്ടനെ വിളിച്ച് ചോദിച്ചു, ചേട്ടാ എന്താണ്ടായെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയണത്, അച്ഛനിങ്ങനെ വെഞ്ചിരിച്ച് പോകുമ്പം ആ വെഞ്ചിരിപ്പിൻ്റെ വെള്ളം എൻ്റെ ദേഹത്ത് തട്ടിയതും ഒരു കരടി ചാടിപ്പോയെന്ന് പറഞ്ഞു. ചങ്കിൽ നിന്ന് ഒരു കരടി അങ്ങോട്ട് ചാടിപ്പോയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ചേട്ടാ എനിക്ക് പണ്ടൊരു കറുത്ത രൂപ ഇറങ്ങിപ്പോയ അനുഭവമുണ്ട്, അതുകൊണ്ട് ഈ കരടി ചാടിപ്പോയ ചേട്ടൻ എന്താ ജോലിയെന്ന് ചോദിച്ചു. ചേട്ടൻ പറഞ്ഞു, ഞാൻ ഇന്ന സ്ഥലത്ത് പ്രമുഖനായ ഒരാളാന്ന് പറഞ്ഞു. ഊട്ടിയിലെ പ്രമുഖനായ ഒരു കോൺട്രാക്ടറാണ്. ഞാൻ ചോദിച്ചു, ചേട്ടൻ അവിടെ എന്താ വല്ല പ്രശ്നം വല്ല പാപം വല്ല ഉണ്ടോയെന്ന് ചോദിച്ചു. ആ ചേട്ടൻ പറഞ്ഞു, അച്ഛാ കുറേ വർഷങ്ങളായി ഞാൻ അവിഹിത ബന്ധത്തിൽ പൂണ്ട് കിടക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കിവിടെ വന്നിട്ട് ഒന്നും ഉൾക്കൊള്ളാം, എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നുമായിരുന്നു. ഇതൊക്കെ എന്താ ഇവിടെ ഇത്രമാത്രം ഒച്ച, ഇത്രമാത്രം അട്ടഹാസം, ഇത്രമാത്രം ബഹളം എന്തിനാണ്? ഇതൊക്കെ മര്യാദയ്ക്ക് എനിക്കിതെല്ലാം കാണുമ്പോൾ ദേഷ്യം തോന്നുമായിരുന്നു അച്ഛാന്ന് പറഞ്ഞു. എനിക്കിപ്പം ഇന്ന് ആ കരടി ചാടിയതിന് ശേഷം എനിക്കിപ്പം നന്നായി പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും അനുഭവം കിട്ടാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് അങ്ങനെ ഘട്ടം ഘട്ടമായി ഡെലിവറൻസ് പ്രാർത്ഥന വഴി ദൈവജനത്തിനും സഭയ്ക്കും ഉണ്ടാകുന്ന വിടുതലിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനത്തെ ഒരു ഡെലിവറൻസ് പ്രാർത്ഥനയാണ് ലൂക്കായുടെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ യേശു ചെയ്യുന്നത്. യേശു വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ കൂനി കൂടിയിരുന്ന് ഉറങ്ങണ്. ഉടനെ യേശു വചനപ്രസംഗം നിർത്തി ആ സ്ത്രീനെ വിളിപ്പിച്ച് ആ സ്ത്രീയിൽ നിന്ന് ആ ദുർബോധത്തെ ഒഴിപ്പിച്ച്. ബൈബിൾ ആ സ്ത്രീയിലെ ബാധിച്ചിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച സ്ത്രീ എന്നാണ് ബൈബിൾ പറയണത്. എന്നാൽ യേശു ആ സ്ത്രീയെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്, കഴിഞ്ഞ 18 വർഷമായി സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകൾ. ആത്മാവ് ബാധിക്കുകയാണോ സാത്താൻ ബന്ധിക്കുകയാണോ ചെയ്യണത്? ബാധയല്ല, ബന്ധനമാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നാം ചെയ്തിട്ടുള്ള പാപപ്രവൃത്തികൾ വഴി നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ചിന്താ മണ്ഡലങ്ങളിലും പല തരത്തിലുള്ള തിന്മയുടെ അരൂപികൾ, പാപത്തിൻ്റെ ദുരാത്മാക്കൾ, എതിർ ചിന്തയുടെ ആത്മാക്കൾ പ്രവർത്തിക്കുന്നുണ്ടാകാം.
അപ്പം അങ്ങനെ ഒരു വ്യക്തി വചനം കേൾക്കാൻ വന്നാൽ ആ വ്യക്തിക്ക് വചനം കേൾക്കുമ്പോൾ എതിർ ചിന്തകളുണ്ടാകും, വികട ചിന്തകളുണ്ടാകും. 6-ാം പ്രമാണം ലംഘിച്ചൊരു വ്യക്തിയാണോ വ്യഭിചാരം, സ്വയംഭോഗം, സ്വർഗഭോഗം, പലതരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ, അശ്ലീല സിനിമകൾ കാണുക, ബ്ലൂ ഫിലിം വീട് കാണുക, ഇങ്ങനെയുള്ള ലൈംഗിക പാപത്തിന് അടിമയായ ഒരു വ്യക്തിയുടെ ഉള്ളിൽ വ്യഭിചാര ദുർബോധം കുടികൊള്ളുന്നു. അങ്ങനെ ഒരു വ്യക്തിക്ക് നന്നായി പ്രാർത്ഥിച്ച് ദൈവാനുഭവത്തിലേക്ക് ഉയരാൻ സാധിക്കുകയില്ല. ഒരു നല്ല കുമ്പസാരം പോലും ചെയ്യണമെങ്കിൽ ഈ ദുരാത്മ ഭൂതങ്ങൾ വിട്ടൊഴിഞ്ഞ് പോകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ മറനാഥാ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആത്മീയ നിരാശ നിരവധി വ്യക്തികളെ ഇന്ന് ആത്മീയ മേഖലയിൽ തളർത്തുകയാണ്. ദൈവമേ, ഈ നിമിഷങ്ങളിൽ എൻ്റെ ആത്മീയ നിരാശയെ ഞാൻ സമർപ്പിക്കുന്നു. ഒത്തിരി കാലമായി ഒരുപാട് ധ്യാനങ്ങൾ കൂടി ഇന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ചിലപ്പോഴെല്ലാം വീണു പോകുന്നു. കർത്താവേ, ഞാൻ സുരക്ഷിതനാണ്, ഇനി ഞാൻ ഒരിക്കലും പാപത്തിൽ വീഴുകയില്ല എന്ന് ചിന്തിക്കുമ്പോഴേക്കും പെട്ടെന്ന് പാപത്തിൽ നിപതിക്കുന്നു. കർത്താവേ, ചിലപ്പോഴെങ്കിലും ഞാൻ ചിന്തിക്കാറുണ്ട്, ഈ ലോകത്തിൽ പാപത്തിൽ നിന്ന് മോചനമില്ലേ? എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഈ തിന്മകൾ എന്നെ വിട്ടുപോകുന്നില്ല. എൻ്റെ ആത്മീയ തീഷ്ണത കുറഞ്ഞു, എൻ്റെ ഉത്സാഹം മങ്ങി. ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഒരു മുരടിപ്പ് തോന്നുകയാണ്, ഒരു ആത്മീയമായൊരു നിരാശ. കർത്താവേ, ഇന്ന് ഈ നിമിഷം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ വേദനയിലേക്ക് കടന്നു വരണമേ. കർത്താവേ, ഇന്ന് ഞാൻ ഒത്തിരി ദൂരെയാണ്. എൻ്റെ പഴയ ജീവിതത്തിൻ്റെ ഓരോരോ സ്വഭാവങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കാലത്ത് എത്രയോ തീഷ്ണമായി വിശുദ്ധിക്ക് വേണ്ടി അധ്വാനിച്ചിരുന്നു, എത്രയോ മുന്നേറി, എത്രയോ ഉയർന്നിരുന്നു, എത്രയോ പ്രാർത്ഥനാഭിഷേകത്തിലായിരുന്നു. എന്നാൽ പത്രോസ് അപ്പോസ്തലനെ പോലെ പഴയ വള്ളവും പഴയ വലയും എടുത്ത് പഴയ ജീവിതത്തിൻ്റെ ഓരോ സ്വഭാവങ്ങളുമായി ഇന്നെൻ്റെ ജീവിതത്തിൽ ഞാൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, എൻ്റെ ഈ ആത്മീയ അധപ്പതനത്തിലേക്ക് ഞാൻ ആത്മീയമായി അധപ്പതിച്ച് അങ്ങിൽ നിന്ന് ഒത്തിരി ദൂരെയായി. കർത്താവേ, എൻ്റെ ഈ വേദനയിലേക്ക് അവിടെ നിന്ന് കടന്നു വരണമേ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുക, കണ്ണടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച് യേശു കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. ഇതാ നമ്മുടെ ദൈവം, ഇതാ ഈ ദൈവത്തിന് വേണ്ടിയാണല്ലോ നാം കാത്തിരുന്നത്. മകനേ മറന്നകന്നോ നിന്റെ ഭവനം, താഴ്മരുവിൽ ഏകനായി നീ പോയതെവിടെ? ദൈവമേ, തിരിച്ചു വരും നിന്നെ മാറോടു ചേർക്കാൻ കാത്തു നിൽക്കുന്നിതാ ഇന്നും സ്നേഹപിതാവു ഞാൻ. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിക്കുക. ദൈവത്തിന്റെ അത്ഭുതകരമായ സ്നേഹം വ്യാപരിക്കുന്നു. എല്ലാ ഹൃദയങ്ങളെയും ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ അഭിഷേകം ചെയ്യുന്നു. കർത്താവായ യേശുവേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ സന്നിധിയിൽ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന എല്ലാ നൊമ്പരങ്ങളും അങ്ങ് കാണണമേ. കർത്താവേ, എത്രയോ നാളുകളായി എൻ്റെ ഉള്ളിൽ ഒത്തിരി നിരാശ എന്നെ ബാധിക്കുകയാണ്. എൻ്റെ മനസ്സ് വേദന കൊണ്ട് നീറുകയാണ്. കർത്താവേ, കുറേ കാലം വിശുദ്ധിയിലും കൃപയിലും ഞാൻ വളർന്നു, എന്നാൽ വീണ്ടും വീണ്ടും വീണു പോവുകയാണ്. കർത്താവേ, എൻ്റെ ആത്മാവിനെ വെടിപ്പോടെ സൂക്ഷിക്കാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടതിനെ ഓർത്ത് ഇന്നെനിക്ക് ദുഃഖമുണ്ട്. കർത്താവേ, ഇന്ന് എൻ്റെ മനസ്സിൻ്റെ നൊമ്പരങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഇന്ന് ശക്തമായി വ്യാപരിക്കുകയാണ്. ഇന്നെപ്പോഴും എനിക്കൊരു പ്രയാസമാണ്, ഇന്നെപ്പോഴും എനിക്കൊരു മനോഭാരമാണ്, ഇന്നെപ്പോഴും എനിക്കൊരു മനോവിഷമമാണ്. എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളർന്നില്ലല്ലോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വിശുദ്ധിയിൽ ഉയരാൻ പറ്റിയിട്ടില്ലല്ലോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പ്രാർത്ഥനയിൽ വളരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ശുശ്രൂഷകൾ ഉയരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ കർത്താവിനെ ശുശ്രൂഷിക്കാൻ സാധിച്ചിട്ടില്ലല്ലോ. കർത്താവെ, ആ പത്രോസ് അപ്പോസ്തലനോടൊപ്പം അതേ വേദനയോടെ ഈ നിമിഷങ്ങളിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ വേദനയറിയാൻ
കണ്ണിൽ പൊടിയുന്ന മിഴിനീരു കാണാം. മനസ്സിൻ്റെ വേദനയറിയാൻ കണ്ണിൽ പൊടിയുന്ന മിഴിനീരു കാണാം. പൈതാഹമേറി പിടയുന്ന നിന്നുടെ മനസ്സിൻ്റെ വേദന മറ്റാർക്കുമാവില്ലെന്നറിയുമ്പോഴൻ കുഞ്ഞെ ഓർക്കുക നിൻ താതനേ എന്നും കാത്തിരിക്കുന്നു. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തട്ടെ. ഈ നിമിഷങ്ങളിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്മാറ്റത്തിലേക്ക് പോയവർ, ആത്മീയ നിരാശയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, സാത്താൻ ഒത്തിരി ദുർബോധ്യങ്ങൾ നൽകി, വികടചിന്തകൾ നൽകി, എതിർചിന്തകൾ നൽകി, ഇടർച്ച വെക്കുന്ന ഉപദേശങ്ങൾ നൽകി മനസ്സിനെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിക്കട്ടെ. വന്നുപോയ എല്ലാ ആത്മീയ അപശയങ്ങളെ ഓർത്ത് കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് കൈകൾ ഉയർത്തുന്നവർക്ക് അത്ഭുതകരമായ സൗഖ്യമുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയ പരമാർത്ഥതയുള്ളവൻ പരാജയപ്പെടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയ പരമാർത്ഥതയുടെ കരങ്ങൾ ഉയർത്തുക. ദൈവമായ കർത്താവിനെ വിളിക്കുക. പൊട്ടിക്കരഞ്ഞ് വിളിക്കുക, നിലവിളിക്കുക. യേശു ക്രിസ്തു അത്ഭുത സൗഖ്യങ്ങൾ നൽകുന്നു. ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തുന്നു, മനസ്സിനെ സ്പർശിക്കുന്നു, ആത്മാവിനെ സുഖപ്പെടുത്തുന്നു, പാപചങ്ങലകൾ പൊട്ടുന്നു, അത്ഭുത വിടുതൽ ലഭിക്കുന്നു. ദുശീലങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ദുശീലങ്ങൾ വിട്ടുപോകട്ടെ. ആത്മീയ ബന്ധനങ്ങൾ അഴിയട്ടെ. ആത്മീയ നിരാശ വിട്ടുപോകട്ടെ. ആത്മീയ മടുപ്പ് മാറിപ്പോകട്ടെ. ആത്മാവെ ഈ നിമിഷങ്ങളിൽ എല്ലാ ഹൃദയങ്ങളിലേക്കും വ്യാപരിച്ച് എല്ലാ ഹൃദയങ്ങളെയും കഴുകണമേ. യേശു ക്രിസ്തുവിന് വേണ്ടി വെടിപ്പുള്ളതാക്കണമേ. ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന ജീർണതകൾ വിട്ടുപോകട്ടെ. ഉള്ളിൽ വിങ്ങുന്ന വേദനകൾ സൗഖ്യമാകട്ടെ. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ, കുഞ്ഞുനാൾ മുതൽ ഈ നിമിഷം വരെ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പീഡക ശക്തികളെയും അത്ഭുതകരമായി അവിടുന്ന് തകർത്ത് കളയണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പീഡക ശക്തികളോട് കൽപ്പിക്കുന്നു. ദൈവമക്കളെ വിട്ടുപോവുക. ദുരാത്മാവെ, ദുർഭൂതങ്ങളെ, അന്ധകാര ശക്തികളെ, പാപസേനകളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും വിട്ടുമാറിപ്പോവുക. വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മകനെയും മകളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സകല നാരകീയ സേനകളും ദുഷ്ടാത്മ ശക്തികളും യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, എല്ലാ വേദനകളും, മനസ്സിൻ്റെ എല്ലാ നൊമ്പരങ്ങളും, എല്ലാ സങ്കടങ്ങളും അങ്ങയുടെ തിരുപ്പാദത്തെങ്കിലേക്ക് ഈ നിമിഷങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവേ, സ്പർശിക്കണമേ, സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണിൽ പൊടിയുന്ന മിഴിനീരു കാണാം. പൈതാഹമേറി പിടയുന്ന നിന്നുടെ മനസ്സിൻ്റെ വേദന അറിയാം. മറ്റാർക്കുമാവില്ലെന്നറിയുമ്പോഴൻ കുഞ്ഞെ ഓർക്കുക നിൻ താതനേ